ഒരു പാട്ടു പിന്നെയും മൂളി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ ചിറകൊടിഞ്ഞ കാട്ടുപക്ഷി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ചൊല്ലിയത്. ഇന്ന് ഡിസംബർ 23 സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മ ദിനമാണ്. രാത്രിമഴ, അമ്പലമണി, പാതിരാപ്പൂക്കൾ, കുറിഞ്ഞിപ്പൂക്കൾ തുടങ്ങി നിരവധി കവിതകൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള പ്രശസ്തിയായ കവയിത്രിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ ഇടപഴകിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നു. പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ സുഗതകുമാരി ടീച്ചർ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഡിസംബർ 23 സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മ ദിനമാണ്. ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡിസംബർ 23 ഇന്ന് ദേശീയ കർഷക ദിനമാണ്. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കർഷകർ നൽകിയിട്ടുള്ള സംഭാവനകളെ ആദരിക്കുന്ന ഒരു ദിനം കൂടിയാണ്. ഒരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഏത് പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മ ദിനമാണ്. അതേപോലെ തന്നെ കർഷക ദിനവുമാണ് ഡിസംബർ മാസം 23.